ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി ടീച്ചർ. ഞാൻ ഒരു വ്യാജ ഡോക്ടറാണെന്ന് മുദ്ര കുത്തി ജയിലിൽ 28 ദിവസം കിടന്നു. 18 ദിവസം പൈങ്കുളത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. എങ്കിലും ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ഇപ്പം എല്ലാവരും പറയും വയസ്സായില്ലേ, അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ, എന്തിനാണ് ഈ കേസിനും വലിക്കും പോകണമെന്ന് പറഞ്ഞ എല്ലാവരും എന്നെ തളർത്താനും ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഈ കുഞ്ഞുമക്കൾ തന്നെ നിങ്ങൾക്ക് സാക്ഷ്യം തരും. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത എല്ലാവരും തന്നെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച കേസുകളായിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസുകളാണ്, കുഞ്ഞുമക്കളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അവരുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് വിളക്ക് കൊളുത്തി പറയുടെ മുകളിൽ വെച്ച്, പറയുടെ അടിയിൽ വെച്ച ആരും കാണില്ല, അതുകൊണ്ട് ഇത് ലോകത്തെ അറിയിക്കാനായിട്ട് ടീച്ചർ ഇതിൻ്റെ എല്ലാ വീഡിയോസും പിടിക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്തത്. ഇത്രയും ദിവസം ഞാനത് എൻ്റെ കൂടെ വെച്ചെങ്കിലും എനിക്ക് നീതി കിട്ടാനും ഞാൻ പറയുന്നതിൻ്റെ സത്യം എന്തെന്ന് ലോകത്തെ അറിയിക്കാനും വേണ്ടിയിട്ട് എല്ലാവരുടെയും ഈ കുഞ്ഞുമക്കളുടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇനി വിലയിരുത്താം മേരി ടീച്ചറെ എന്ത് ചെയ്യണമെന്ന്. അങ്ങോട്ട് പോയി അങ്ങോട്ട് തന്നെ ആ തുണി എടുത്തുണ്ട് ചെല്ലേ, ആ തുണി എടുത്തുണ്ട്, അങ്ങോട്ട് പോ. വാങ്ങണത് അയ്യോ വീഴും, അങ്ങോട്ട് പിന്നിൽ തിരിഞ്ഞ് വീഴും. ഇങ്ങോട്ട് നടക്കും. ഇപ്പൊ നല്ല മാറ്റം. ഇപ്പൊ മറ്റേ ഇംഗ്ലീഷ് മരുന്നിനൊക്കെ പറഞ്ഞത് ഒരു മരുന്നുമില്ല, ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നല്ലൊരു നോർമൽ ഒരു കുട്ടിയെ പോലെയായിരുന്നു. അമ്മയ്ക്കോട് കുറുമ്മ ഈ ജൂലൈ 8 13 വയസ്സാണ്. ഇങ്ങനെ നിൽക്കൂല. ഇങ്ങനെ നിന്നവളങ്ങ് ശരിക്കും നിൽക്കാൻ പറ്റും, പക്ഷെ ചിലപ്പോ ഇങ്ങനെ അങ്ങ് ആയി പോകും. അടുത്ത ക്ലാസ് ഇത് എത്ര ദിവസമായി മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട്? 10 ദിവസമായി. ഇപ്പൊ എന്തൊക്കെ ഇതിനൊക്കെ മാറ്റം വന്നു. പിന്നെ കൈ ഇരിക്കണതൊക്കെ മാറ്റം വന്നു. സമയത്ത് കൈ കൂപ്പിയ, ശരിക്കും കൈ കൂപ്പി പിടിക്കുക. ആ വെരി ഗുഡ്. ആ നടന്നുണങ്ങി ഉച്ചത്തേക്ക് മുടിച്ച് നടന്നുണങ്ങിണ്ട്. കൈയ്യൊക്കെ നന്നായി വളഞ്ഞിട്ടായിരുന്നു. ആ കൈ നിവർത്തി വെക്കുന്ന നീ എന്തരം ഇരുന്നുണ്ട്. ഓ നാവുണ്ട്. ഞാനിന്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ
പൊന്തൂവൽ കൊണ്ട് പന്തലിട്ടു മടക്കിയിട്ടല്ല നിർത്തിയിട്ട് പെൺകുട്ടി പാട്. ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു 2 പഠിക്കുമ്പോഴുണ്ട്. അതന്നെ. അപ്പൊ ഇങ്ങനെ ഒറ്റ ദിവസം കൂടി 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 വന്നു. വയറിന് അങ്ങനെയുണ്ട്. വയറ് നിർത്തിയിരിക്കുന്നു. വയറ് അവിടെ കട്ടിണ്ട് അല്ലേ? പ്രത്യേക ഒരു ഷേപ്പിലാണ് വരുന്നത്. 6 കട്ട യോഗ ചെയ്തപ്പോ നിനക്ക് എന്നിട്ട് തോന്നിയ കാലിന്റെ വേദനയൊക്കെ എന്ത് ചെയ്ത് കുറഞ്ഞ? ഇപ്പൊ കാലിന്റെ വേദനയൊക്കെ കുറഞ്ഞ? ആ നല്ല മെടുക്ക മോനായില്ലോ ഇപ്പൊ അല്ലേ? സന്തോഷായില്ലേ ഇപ്പൊ നിനക്ക്? നേരത്തെ എടുത്തിട്ട് വന്നേരൊക്കെ നല്ല മുഖമൊക്കെ തെളിഞ്ഞ് നല്ല സന്തോഷായി. നല്ലോണം കുറഞ്ഞല്ലേ? നല്ല വ്യത്യാസം വന്നു. പക്ഷെ ഒക്കെ എന്താ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനല്ലായിരുന്നു. ഇത്ര ഉള്ളു കേസ്. സിസ്പാക്കൊക്കെ പോയെന്നോ? സിസ്പാക്കൊക്കെ ഇതായി എന്താ ആ വയറിന്റെ ഇളവൊക്കെ എത്ര കുറഞ്ഞു. മരുന്നോടി കൊണ്ട് കൊടുത്തെന്ന് വയറിളക്കി കഴിഞ്ഞാൽ ഇപ്പൊ റെഡിയാവും. എന്റെ കുട്ടീനെ ഒന്നും കൂടി ശരിയാവും. ആ വയറ് ആ കുംഭം പോയി അല്ല ആ കുംഭമൊക്കെ അങ്ങോട്ട് പോയി കുറഞ്ഞുണ്ട്. പിന്നെ ഒരു വട്ടം കൂടുന്നു. പിന്നെ നമുക്ക് എത്ര ദിവസമായി ഉണ്ണിക്കുട്ടൻ മരുന്നടിക്കാൻ തുടങ്ങിയിട്ട്? 10 ദിവസമായി. കാലുമലത്തെ മസിലിന്റെ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? ഉണ്ണിക്കുട്ടന്റെ കാലിന്റെ മസിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? വേദനയൊന്നുമില്ല. നടക്കാനോ? പണ്ട് നടക്കുമ്പോ എങ്ങനെയായിരുന്നു? പണ്ട് നടക്കുമ്പോ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ വായലത്തെ പുണ്ണൊക്കെയോ? അങ്ങോട്ട് നോക്കട്ടെ, വായ അങ്ങോട്ടെ ഒക്കെ മാറി അല്ലേ? രണ്ട് പുണ്ണൊക്കെ നോക്കി ഇവിടെ ഒക്കെ പഴുത്ത് ഇങ്ങനെ നിന്നിരുന്നതാ ഈ ഭാഗത്തൊക്കെ. ഇപ്പൊ അതൊക്കെ മാറി അല്ലേ? ഇവിടെയൊക്കെ മാറി. ഇപ്പൊ ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? നമ്മുടെ മരുന്നുകൾ ഒക്കെ കഴിക്കാനായിട്ട് ഉണ്ണിക്കുട്ടൻ നല്ല മിടുക്കനാ. എല്ലാ മരുന്നുകളും കൃത്യമായിട്ട് കഴിക്കും. ഇപ്പൊ ചുണ്ടിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ നിറമൊക്കെ മാറി, 2 സൈഡും നിറം മാറി ഇങ്ങനെ ഒരു നിറന്നതാ. അങ്ങനെ ഉറക്കം തൂങ്ങി ഒന്നും ഇല്ലാത്ത മസിലൊക്കെ ഇങ്ങനെ ഓരോ മസിലുകളും സ്റ്റിഫായിട്ട് ഇരുന്നിറണ്ട. ഇതൊക്കെ ഇപ്പൊ ലൂസായി പിടിക്കുമ്പോൾ കണ്ടുപിടിയുടെ ഈ തെരണ്ടിയുടെ ഇത് പിടിക്കുന്ന പോലെയായിരുന്നു കൈയുടെ ഒക്കെ. ഇപ്പൊ ഒക്കെ നല്ല സോഫ്റ്റായി, ഒരു കുഴപ്പമില്ല. കൈയൊക്കെ നല്ല ഇതല്ലേ ഇല്ല ഉണ്ണിക്കുട്ട? ചിരിക്കി നല്ല. എത്ര ദിവസമായി ഉണ്ണിക്കുട്ട ചികിത്സ ഇവിടെ വന്നിട്ട്? ഇപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ണിക്കുട്ടിന് വന്നു? കാലിന്റെ വണ്ണമൊക്കെ കൊണ്ടുപോ എങ്ങനെയുണ്ട്? ശരി അല്ലേ? കാലുമ്പോ വണ്ണൊന്നുമില്ലല്ലോ. വേണ്ട സാധാരണ ഇല്ലേ? പിന്നെ എന്തൊക്കെ വന്നു? ചവിട്ട് കൂത്തുണ്ടായിരുന്നു അല്ലേ? കിടന്നിറങ്ങുമ്പോ അല്ലേ? ഇവിടെ വന്നതിന് ശേഷം ചവിട്ടും കൂത്തൊന്നുമില്ല അല്ലേ? സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നല്ല സന്തോഷായില്ലേ ഇപ്പൊ? നിങ്ങളുടെ അസുഖമൊക്കെ മാറിയില്ലേ? നല്ല മെഡിക്കമാനായില്ലേ? ഇപ്പൊ എത്ര ദിവസമായി ട്രീറ്റ്മെന്റ് വന്നിട്ട്? 16 ദിവസം. ഇപ്പൊ എങ്ങനെയുണ്ട്? മോൻ എങ്ങനെയുണ്ട്? മോന്റെ വിശേഷം എന്തൊക്കെ വ്യത്യാസങ്ങൾ മോൻ തോന്നുന്നുണ്ട് ഇപ്പൊ? നടക്കാൻ പറ്റിയില്ല, നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മസിലുകളൊക്കെ നല്ല ഭയങ്കര കട്ടിയായിരുന്നു. നോക്കട്ടെ ക്ലാസ്സിൽ നോക്കട്ടെ ഒന്ന് കാണിച്ചു. മോനെ പാൻറ് ഒന്ന് കയറ്റി വയ്ക്കുകയല്ലേ? എത്ര വ്യത്യാസം വന്നോട്ടെ? മസിൽ ഇപ്പൊ നോർമൽ ഭയങ്കര കട്ടിയായി, നല്ല സ്മൂത്തായി. 2 മസിലും അതുപോലെ സ്റ്റെപ്പുകളൊന്നും കയറാൻ പറ്റിയിരുന്നില്ല. നല്ല സ്റ്റെപ്പുകൾ കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ വയറ് ഭയങ്കര പ്രശ്നമായിരുന്നു. വയറും നോക്കട്ടെ. വയറൊക്കെ ഭയങ്കരമായിട്ട് ജാതിയായിരുന്നു, ഷേപ്പിലുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ശരിയായി. ഇപ്പൊ വയറ് നിൽക്കുമ്പോഴെങ്ങനെയാ? മറ്റേത് എങ്ങനെയായിരുന്നു? ഭയങ്കര ബലമായിരുന്നു. ഇപ്പൊ ബലമില്ല, നല്ല സോഫ്റ്റായി. സോഫ്റ്റായിട്ട്. പിന്നെ ഉറക്കമൊക്കെ ഇട്ട് ചവിട്ടായിരുന്നു. വന്നതിന് ശേഷം ഉണ്ടായിട്ടേ ഇല്ല. നടക്കുമ്പോ വീണോണ്ടിരിക്കുക. ഇപ്പൊ അതൊന്നുമില്ല. വീടൊക്കെ നിന്ന് ചവിട്ടല് നിന്ന് രാത്രി ഉറങ്ങാൻ സുഖമായി ഉറങ്ങുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു മാജിക്കും ഞാൻ ചെയ്തില്ല.
നമ്മുടെ മുറ്റത്ത് നമ്മള് പുല്ലെന്ന് പറിച്ചു കളയുന്ന ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് കൊടുത്തപ്പോ അവർക്ക് കിട്ടിയ റിസൾട്ടാണ്. എന്താണ് ചെയ്തത്, എങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ് ഈ കാണുന്നതെല്ലാം. ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ പുല്ല് പറിച്ചു കളയണോ, അത് ഔഷധമായി അമൃതമായി നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ രോഗങ്ങൾ മാറ്റണോ എന്നൊന്ന് നമ്മൾ ചിന്തിക്കാനായിട്ടുള്ള